ഇന്നത്തെ ക്ലാസ് നിപ്പ വൈറസിനെ കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാം, അതായത് ഈ കഴിഞ്ഞ 2-3 ദിവസമായി ഇപ്പോൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട് നിപ്പ വൈറസിനെ കുറിച്ച്. ഞാൻ ഒരു നിപ്പ വൈറസിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിപ്പ വൈറസ് എന്ന് പറയുമ്പോൾ ഒരു ഈ നമുക്കൊക്കെ വീട്ടുപേരുള്ള പോലെ അവർക്കൊരു വീട്ടുപേരുണ്ട്. പാരാമിക്സോ വൈറിഡി എന്നാണ് അവരെ വിളിക്കുന്നത്. ആ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് നിപ്പ വൈറസുകൾ. അതൊരു RNA വൈറസാണ്, ഒരു സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസാണ്. ആദ്യമായിട്ട് നിപ്പ വന്നത് 1998 മലേഷ്യയിലെ നിപ്പ എന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ നിപ്പ എന്നുള്ളതൊരു വൈറസിൻ്റെ പേരല്ല, ആ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ആദ്യം വന്നതുകൊണ്ട് അതിനെ നിപ്പ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിൽ അത് ആദ്യം കണ്ടത് 2001 വെസ്റ്റ് ബംഗാളിലാണ്, സിൽഗുഡി എന്നുള്ള ഒരു ഗ്രാമത്തിൽ. സൂനോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പോൾ മനുഷ്യരിലേക്ക് മൃഗങ്ങളിൽ നിന്ന് പടരുന്നതിനെയാണ് സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ റാബിസ്, അതൊരു സൂനോട്ടിക് ഡിസീസാണ്. അപ്പോൾ ഇത് എന്തിൽ നിന്നാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇത് വവ്വാലുകളിൽ നിന്നാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വെറും വവ്വാലുകളല്ല, ഈ പഴങ്ങൾ കഴിക്കുന്ന വവ്വാലുകളിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് നിപ്പ. നമ്മുടെ കേരളത്തിൽ 2018 ആദ്യത്തെ നിപ്പ വൈറസ് രോഗം സ്ഥിരീകരിച്ചത്. ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഇതൊരു മരമായിട്ട് സങ്കല്പിക്കുക, അതിൽ കുറച്ച് പഴങ്ങളുണ്ട്. അപ്പോൾ ഒരു വവ്വാല് വന്ന് ഇതിലെ പഴങ്ങൾ ഭക്ഷിച്ചിട്ട് ബാക്കി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതിൽ കൊത്തു എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ വവ്വാലിൻ്റെ ദേഹത്ത് ആ വൈറസ് ഉണ്ട്. ആ വൈറസ് അതിൽ നിന്ന് പഴത്തിലേക്ക് പോയി അത് കഴിക്കുന്ന മനുഷ്യർക്കും, ഇനിയിപ്പോൾ അത് ഏതെങ്കിലും മൃഗം കഴിക്കുകയാണെങ്കിൽ, ആദ്യകാലത്ത് മലേഷ്യയിൽ ഇത് പന്നികൾ ഉള്ള സ്ഥലത്തൊന്നും കിട്ടിയിരുന്നു എന്ന് റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ പിഗ്സ് എന്നും ബാറ്റ്സ് എന്നും ഒക്കെ മനുഷ്യരിലേക്ക് പടരാം. ഈ മനുഷ്യരിൽ നിന്ന് വേറെ മനുഷ്യരിലേക്ക്, അതായത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴി നമ്മളോട് സംസാരിക്കുമ്പോൾ ഒക്കെ വരാം, അല്ലെങ്കിൽ ഭക്ഷണം, വെള്ളം, അതിലൂടെ നമുക്ക് ഈ അസുഖം കിട്ടും. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ദേഹത്ത് ആ വൈറസ് വന്നിട്ട് അത് രോഗലക്ഷണങ്ങൾ കാണിക്കാൻ എടുക്കുന്ന സമയം. നിപ്പയ്ക്ക് അത് 4 മുതൽ 14 ദിവസം വരെ നീണ്ടു നിൽക്കാം. ഇനി എങ്ങനെയാണിത് കണ്ടെത്തുക? ഇത് നിപ്പയാണെന്ന് എങ്ങനെ കണ്ടെത്തുക? നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മളൊരു മൂക്കിൽ കൂടെ ഒരു സാധനം ഇട്ടിട്ട് ചെയ്തില്ലേ, RT-PCR, അത് തന്നെയാണ് നിപ്പയ്ക്കും ചെയ്യേണ്ടത്. ഇവിടെ ലാബുകളുടെ സംവിധാനം കുറവായതുകൊണ്ട് നമ്മൾ പൂനെ വൈറോളജി ലാബിൽ ടെസ്റ്റ് ചെയ്യും സാമ്പിൾസ്. ഇനി അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? നിപ്പ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ. ഒന്നാമത്, അത് നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ശ്വാസകോശത്തിനെ അഫക്റ്റ് ചെയ്തിട്ട് ചുമ, തൊണ്ടവേദന, ക്ഷീണം, ഒരു വല്ലായ്മയൊക്കെ ഉണ്ടാവില്ലേ, തളർച്ച, അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ അത് നേരെ പോയി ബ്രെയിനിനെ അഫക്റ്റ് ചെയ്തിട്ട് എന്താണ്? ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻകെഫലൈറ്റിസ് ഉണ്ടാക്കും. എൻകെഫലൈറ്റിസ് ആണ് ആളെ കൊല്ലി. അതാണ് ആളുകൾ മരണപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇനി മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ലിമിറ്റഡായ ഓപ്ഷൻസേ ഉള്ളൂ. പണ്ട് കാലം തൊട്ടേ ഔട്ട് ബ്രേക്കിൽ, അതായത് ഇങ്ങനെയൊരു പ്രശ്നം വരികയാണെങ്കിൽ ആൻറ്റിവൈറൽ കൊടുക്കുക ചെയ്യാറ്, റിബാവറിനും അസൈക്ലോവിറും. ഇനി പക്ഷേ ഇത് ഭയങ്കര പെട്ടെന്ന് അസുഖം ബാധിച്ച ആൾ പെട്ടെന്ന് ഇല്ലാതാവുന്നതുകൊണ്ട് ഇതിന് ലിമിറ്റഡ്
യൂസേ ഉള്ളൂ ഈ മരുന്നുകൾക്ക്. പ്രിവെൻഷൻ, അതായത് നമുക്ക് വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് നമ്മൾ മാസ്ക് ഇടുക, ഗ്ലൗസ് ഇടുക, PPE കിറ്റുകൾ, അതൊക്കെ ഉപയോഗമാവും. പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളുടെ കൈ എപ്പോഴും സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കുക. പിന്നെ സാമൂഹിക അകലം പാലിക്കുക, അതാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. സാനിറ്റൈസർ ഉപയോഗിക്കുക. റോ ഫുഡ്സ്, അതായത് ഈ മാംസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഈ ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുക. പക്ഷികൾ കൊത്തുന്ന തൊടിയിലൊക്കെ പോയി വെറുതെ പോയി കൊത്തിയ പഴങ്ങളൊക്കെ അത് മുറിച്ച് മാറ്റിയിട്ട് കഴിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ലൈക്ക് കഫ്, സോർ ത്രോട്ട്, ഡിസിനസ്, ഡ്രൗസിനെസ്, എൻകെഫലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നേരെ ഹെൽത്ത് കെയർ ഹെൽപ്പ് എടുക്കുക. ഇതാണ് നിപ്പയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.